നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തൃശൂർ ഉൾപ്പെടെ 10 ജില്ലകളിൽ റെഡ് അലർട്ട്. തീരദേശത്ത് കടലേറ്റം രൂക്ഷം. ചാവക്കാട് കടപ്പുറത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. അണ്ടത്തോട് കുമാരൻപടിയിലും കടലേറ്റം. പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നത്. കണ്ണൂർ സർവകലാശാല തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരുന്നു. അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇനിയുള്ള ദിവസങ്ങളിലും പ്രവചിക്കപ്പെടുന്നത്. ചാവക്കാട് കടപ്പുറത്ത് കടൽക്ഷോഭം രൂക്ഷമായി. വീടുകളിലേക്ക് വെള്ളം കയറി. കടപ്പുറം പഞ്ചായത്തിലെ മുനയ്ക്കക്കടവ്, ഇക്ബാൽ നഗർ, മൂസ റോഡ്, അഞ്ചങ്ങാടി വളവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയത്. പഞ്ചായത്തിലെ പ്രധാന റോഡായ PWD അഹമ്മദ് കുരിക്കൽ റോഡ് കടന്ന് കടൽ വെള്ളം കിഴക്കോട്ടൊഴുകിയെത്തി. കടൽഭിത്തിയില്ലാത്ത ഇടങ്ങളിലേക്കാണ് തിര അടിച്ചുകയറുന്നത്. പുതിയ വീട്ടിൽ അഷ്കർ അലി, പൊന്നാക്കാരൻ മുഹമ്മദ് അലി, പോക്കാക്കിലത്ത് ഹുസൈൻ, പുതുവീട്ടിൽ ഷാഹുൽ ഹമീദ്, സെയ്ദ് മുഹമ്മദ് കറുത്ത എന്നിവരുടെ വീട്ടിലേക്കാണ് വെള്ളം കയറിയത്. പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. വേലൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് കിടായിച്ചിറ. 4 ഏക്കറോളം വിസ്തൃതിയുള്ള തടാകത്തിന്റെ പുനർനിർമ്മാണം നടത്തുന്നത് 3 കോടി രൂപ ചെലവഴിച്ചാണ്. സംസ്ഥാന സർക്കാർ ജലവിഭവ വകുപ്പ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഒരു വശത്തെ സംരക്ഷണ ബണ്ട് തകർന്നത്. മണ്ണ് തടഞ്ഞു നിർത്തുന്നതിനു വേണ്ടി കെട്ടിയിരുന്ന കോൺക്രീറ്റ് ഭിത്തി ഏകദേശം 100 മീറ്റർ നീളത്തിൽ വിണ്ടുപൊട്ടി തകർന്നു വീഴുകയായിരുന്നു. മറുവശത്തെ കെട്ടും ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ്. തകർന്ന ഭാഗത്തെ മണ്ണ് ചിറയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ബണ്ട് തകരാൻ ഇടയാക്കിയതെന്ന് കോൺഗ്രസ് വേലൂർ മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, പഞ്ചായത്ത് മെമ്പർ നിധീഷ് ചന്ദ്രൻ വട്ടംപറമ്പിൽ എന്നിവർ പറഞ്ഞു. ഇതിന്റെ എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലെ വെള്ളം വറ്റിക്കാൻ കാശ്, മണ്ണെടുക്കാൻ കാശ്, ഇതൊക്കെ ഓൾറെഡി 3 കോടിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത 3 കോടി വയ്ക്കും ഇവര്. ഇങ്ങനെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ പണിയിലും അഴിമതിയുടെ ഇത് നമ്മൾ ഈ മഴ തുടങ്ങിയപ്പോൾ കണ്ടു കഴിഞ്ഞു. നാഷണൽ ഹൈവേ മുതൽ സാധാരണ റോഡുകൾ വരെ ഇടിഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്ത് വളരെയധികം കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പദ്ധതിയാണ് ഈ കിടായിച്ചിറ പദ്ധതി പുനരുദ്ധാരണം. അത് ഒരു മഴയ്ക്ക് തകർന്നെങ്കിൽ ഇനി അടുത്ത ഈ മഴക്കാലം കഴിയുമ്പോൾ ഈ ചിറ തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇവിടുത്തെ പ്രദേശവാസികളും വളരെ ഉത്കണ്ഠയിലാണ്. കാരണം അവരുടെ കയ്യിൽ നിന്നൊക്കെ സ്ഥലം ഏറ്റെടുക്കുക ഈ വെള്ളം വന്ന് തള്ളി അവരുടെ വീടുകളിലേക്കൊക്കെ എത്താൻ സാധ്യതകളാണ്. ശാസ്ത്രീയമായ രീതിയിലല്ല നിർമ്മാണം എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗം ബെൽറ്റ് വാർത്ത് ഉറപ്പിച്ചിട്ടില്ലെന്നും റിങ് കമ്പികളും കെട്ടുകമ്പികളും ഇടാതെ കനം കുറഞ്ഞ 3-4 കമ്പികളിട്ടാണ് മണ്ണ് തടയുവാനുള്ള ഭിത്തിയുടെ മുകൾ വശം വാർത്തിട്ടുള്ളതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇതിനിട്ടിരിക്കുന്ന കമ്പി പോലും ഇടാതെയാണ് അത് പണിതിരിക്കുന്നത്. ഒന്നും കൊടുത്തിട്ടില്ല. ഇതിന്റെ അടി ബലപ്പെടുത്തിയിട്ടില്ല. എന്തോ കുറച്ച് ഫണ്ട് അത് അവരുടെ പോക്കറ്റിലേക്ക് എത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള പണിയാണ്. പദ്ധതിയുടെ നിർമ്മാണം പാതിയാകുമ്പോഴേക്കും 1.5 കോടി രൂപ കരാറുകാരൻ കൈപ്പറ്റിയെന്നും നിർമ്മാണത്തിലെ അപാകതകൾക്കും അഴിമതിക്കുമെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അണ്ടത്തോട് കുമാരൻപടി ബീച്ചിൽ നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. പ്രിയദർശിനി ബീച്ചിൽ 2 വീടുകളിലേക്ക് കടൽ കയറി. വീട്ടുകാരെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചു. പുന്നൂർക്കുളം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു. കുമാരൻപടി പ്രിയദർശിനി ബീച്ചിലാണ് ഹനീഫ, താഹിറ മാലിക്കുളം, റഹ്മാൻ കൊട്ടിലിങ്ങൽ എന്നിവരുടെ വീടുകളിലേക്ക് കടൽ ഇരച്ചുകയറിയിട്ടുള്ളത്. ഏതു നിമിഷവും വീടുകൾ കടലെടുക്കുമെന്ന നിലയിലാണുള്ളത്. ഞായറാഴ്ച രാത്രി മുതലാണ് വീട്ടിലേക്ക് ശക്തമായ തിരമാലയിൽ വെള്ളം ഇരച്ചുകയറിയത്. സലാം രാമിയുടെ വീടിനും കടൽക്ഷോഭ ഭീഷണിയുണ്ട്. ദൈന മുഹമ്മദ് അലിയുടെ ഓടിട്ട വീടും കാറ്റിൽ തകർന്നിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റും കടലിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട്.
ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണമാണ് കൂടുതൽ നാശനഷ്ടമുണ്ടാകുവാൻ കാരണമാവുന്നതെന്നാണ് നാട്ടുകാർക്കിടയിലെ ചർച്ചാ വിഷയം. ഇനിയും കൂടുതൽ തെങ്ങുകൾ കടൽക്ഷോഭ ഭീഷണിയിൽ ഏതു നിമിഷവും കടലെടുക്കുമെന്ന അവസ്ഥയിലാണുള്ളത്. പൊതുപ്രവർത്തകൻ റാഫി മാലിക്കുളത്തിന്റെ പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസർ അനിൽ, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് വീട്ടുകാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ശക്തമായ മഴയിലും കാറ്റിലും മരം വീണ് വീട് തകർന്നു. ആനായ്ക്കൽ സ്വദേശി മേൽവീട്ടിൽ രാജീവിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. വാർഡ് കൗൺസിലർ ബിനീഷ് സ്ഥലം സന്ദർശിച്ചു. വേലൂർ പഞ്ചായത്ത് 14-ാം വാർഡിൽ പന വീടിനു മുകളിലേക്ക് പൊട്ടി വീണ് വീട് ഭാഗികമായി തകർന്നു. കടവത്ത് പറമ്പിൽ സുജാതയുടെ വീടിനു മുകളിലേക്കാണ് പന പൊട്ടി വീണത്. ഇന്ന് രാവിലെയാണ് സംഭവം. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ആളപായമില്ല. വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ വീട് സന്ദർശിച്ചു. അപകട ഭീഷണിയായി നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് മുകളിലെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരകൾ. തൃശൂരിൽ തലനാരിഴയ്ക്ക് ഒഴിവായി പോയ അപകടം കുന്നംകുളം നഗരമധ്യത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന സ്ഥിതിയിലാണ്. നഗരത്തിലെ നഗരസഭാ കെട്ടിടങ്ങൾക്ക് മുകളിലെ ഷീറ്റുമേഞ്ഞ മേൽക്കൂരകൾ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളേറെയായി. തകർന്നു വീഴുന്ന ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികൾക്ക് നിസ്സംഗതയാണ്. പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം, മുനിസിപ്പൽ സി ഷേപ്പ്, എൽ ഷേപ്പ് കെട്ടിടങ്ങൾക്ക് മുകളിലെ മേൽക്കൂരകളാണ് ദ്രവിച്ച് നിലം പൊത്താറായ അവസ്ഥയിലുള്ളത്. 2 പതിറ്റാണ്ട് മുൻപാണ് ഈ കെട്ടിടങ്ങൾക്ക് മുകളിൽ ഷീറ്റ് മേഞ്ഞത്. വർഷങ്ങൾ ചിലത് കഴിഞ്ഞതോടെ കാറ്റിൽ ഷീറ്റുകൾ പറന്ന് താഴേക്ക് വീഴുന്നതും പതിവായി. തലനാരിഴയ്ക്ക് ഇവിടെ അപകടങ്ങൾ പലപ്പോഴും ഒഴിവായിട്ടുണ്ട്. അപ്പോഴെല്ലാം പരാതിയുമായി കച്ചവടക്കാരും പൊതുപ്രവർത്തകരും രംഗത്ത് വരിക പതിവായിരുന്നു. എന്നാൽ എല്ലാം ശരിയാക്കാമെന്നതല്ലാതെ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിരവധി തവണയാണ് പരാതി നൽകിയത്. പരാതി വായിച്ച് മാറ്റിവെക്കുന്നതല്ലാതെ യാതൊരു നടപടിയും ഇക്കാര്യത്തിലെടുക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. പല കെട്ടിടങ്ങൾക്ക് മുകളിലും കൂടുതൽ ഷീറ്റുകളും പറന്നുപോയ അവസ്ഥയാണ്. ഒടുവിൽ കഴിഞ്ഞ വർഷം കാറ്റിൽ ഷീറ്റ് ഇളകി വീണ് താഴത്തെ കച്ചവട സ്ഥാപനത്തിലെ ജീവനക്കാരന് പരിക്കേറ്റിരുന്നു. തൃശൂർ എംഒ റോഡിൽ തലനാരിഴയ്ക്ക് ദുരന്തം മാറിപ്പോയെങ്കിൽ ഇവിടെ പട്ടണ നടുവിൽ വലിയ അപകട ഭീഷണിയാണ് ഈ മേൽക്കൂരകൾ. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ വലിയ അത്യാഹിതമാണ് ഇവിടെ സംഭവിക്കുക. വടക്കേക്കാട് കല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് മേൽ ആൽമരം കടപുഴകി വീണു. രാവിലെ വീശിയ ശക്തമായ കാറ്റിലാണ് സംഭവം. ശാന്തിമാരായ ജയരാജ്, ഷിനോയ് എന്നിവർ ക്ഷേത്ര നട അടച്ച് പുറത്തിറങ്ങിയ ഉടനെയാണ് മരം നിലംപൊത്തിയത്. സമീപത്തുള്ള സമാധിയും ക്ഷേത്രത്തിന്റെ മേൽക്കൂരയും തകർന്നു. ശക്തമായ കാറ്റിലും മഴയിലും പുന്നൂർകുളം തീരദേശ മേഖലയായ അണ്ടത്തോട്, പെരിയമ്പലം, തങ്ങൾപ്പടി മേഖലകളിൽ തുടർച്ചയായി വൈദ്യുതി മുടങ്ങിയതിൽ വലഞ്ഞ നാട്ടുകാർ പ്രതിഷേധവുമായി KSEB ഓഫീസിലെത്തി. വൈദ്യുതി മുടക്കം സംബന്ധിച്ച് വിവരമറിയാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. പ്രതിഷേധത്തിനൊടുവിൽ ഞായറാഴ്ച വൈകിട്ടോടെ അധികൃതർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പഞ്ചായത്ത് മെമ്പർ KH ആബിദിന്റെ നേതൃത്വത്തിൽ ഷക്കീർ പുളയ്ക്കൽ, ഫിറോസ് മുക്കത്തയിൽ, മുസ്തഫ കരുവീട്ടിൽ, സമീൽ കളത്തിങ്ങൽ, രാജേഷ് നടുവിൽപ്പാട്ട് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇടപെട്ടാണ് വൈദ്യുതി ബന്ധം പൂർവ്വസ്ഥിതിയിലാക്കിയത്. വെള്ളിയാഴ്ച മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ ഇടയൻചിറ റെഗുലേറ്റർ ബണ്ട് പൊട്ടി. ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കിഴക്കേ ഭാഗത്തെ ബണ്ടിന്റെ ഒരു ഭാഗം പൊട്ടിയത്. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ബണ്ടിന്റെ കിഴക്കുഭാഗത്തുള്ള കഴഭാഗം പൊട്ടിച്ചിരുന്നു. ഈ വെള്ളം റെഗുലേറ്ററിന്റെ അടിഭാഗത്തു നിന്നും പുഴയിലേക്കാണ് മോട്ടോർ സ്ഥാപിച്ച് പമ്പ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ രാത്രിയിൽ താൽക്കാലിക ബണ്ടിന്റെ സമീപത്ത് ശക്തമായ ഒഴുക്കിനെ തുടർന്ന് വെള്ളത്തിന്റെ മർദ്ദം കൂടിയതോടെ ബണ്ട് പൊട്ടുകയായിരുന്നു. മഴ ശക്തമാകുന്നതിനും 1 മാസം മുമ്പ് തന്നെ ബണ്ട് പൊട്ടുകയും ബണ്ട് ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ നടത്തുകയും ചെയ്തിരുന്നു. ബണ്ട് പൊട്ടിയതോടെ 7 HP-യുടെ 2 മോട്ടോറുകളും 10-20 HP-യുടെ ഓരോ മോട്ടോറുകളും വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ ദിവസം മുരളി പെരുന്നെല്ലി MLA വിളിച്ച യോഗത്തിൽ ജൂൺ 15-നകം റെഗുലേറ്ററിന്റെ അടിഭാഗത്തെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥന്മാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി മഴ കനത്തതോടെ ബണ്ട് പൊട്ടി വെള്ളത്തിലാകുകയായിരുന്നു. ഓരോ വർഷവും ലക്ഷങ്ങൾ ചെലവാക്കിയാണ് ബണ്ടുകൾ നിർമ്മിക്കുന്നത്. 5.2 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബണ്ട് പൊട്ടിയതോടെ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണുള്ളത്.
എരുമപ്പെട്ടി കുടക്കുഴി ചെമ്പ്രയൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആൽമരത്തിന്റെ കൂറ്റൻ മരക്കൊമ്പ് പൊട്ടിവീണു. ക്ഷേത്രമതിലും ഗേറ്റും തൊട്ടടുത്തുള്ള വീടിന്റെ ഒരു ഭാഗവും തകർന്നു. അഞ്ചേരി മനോജിന്റെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. 2 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ആൽമരത്തിന്റെ വലിയ കൊമ്പുകളാണ് നിലം പതിച്ചത്. വാർഡ് മെമ്പർ രമണി രാജൻ സ്ഥലത്തെത്തി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ ഇ ചന്ദ്രൻ, PR പ്രസാദ്, KN ഗോപി, PP പ്രദീപ്, സന്തോഷ് അഞ്ചേരി, KB സനൂപ് എന്നിവർ മരം മുറിച്ചുമാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പെലക്കാട്ടുപയ്യൂരിൽ കൂറ്റൻ പന കടപുഴകി വീണ് വീടും കന്നുകാലി തൊഴുത്തും തകർന്നു. പെലക്കാട്ടുപയ്യൂർ ചുങ്കത്ത് ദാമോദരന്റെ വീടിനും തൊഴുത്തിനുമാണ് പന വീണതിനെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണിക്കുണ്ടായ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും തൊട്ടടുത്ത പറമ്പിൽ നിന്നിരുന്ന കൂറ്റൻ പന ദാമോദരന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കും തൊഴുത്തിനു മുകളിലേക്കുമായി വീഴുകയായിരുന്നു. അപകടം നടന്ന സമയത്ത് വീട്ടിൽ ദാമോദരന്റെ 2 പെൺമക്കളും അവരുടെ കൊച്ചുകുട്ടികളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവം അറിഞ്ഞ ചൂണ്ടൽ പഞ്ചായത്ത് അംഗം KT ബാലകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ചു. വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തി. പന മുറിച്ചുമാറ്റിയതിനു ശേഷമേ നാശനഷ്ടത്തെക്കുറിച്ച് വ്യക്തത വരുത്താനാകൂവെന്ന് ദാമോദരൻ പറഞ്ഞു. വെട്ടിമാറ്റേണ്ടതൊക്കെ വെട്ടിമാറ്റി, നമുക്ക് ബുദ്ധിമുട്ടുള്ളതൊക്കെ വെട്ടിമാറ്റിയ ശേഷം പിന്നെ അതിൻ്റെ പതുക്കെ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുള്ളൂ. ഈ എന്തെല്ലാം നഷ്ടപരിഹാരം വന്നിട്ടുണ്ട് എസ്റ്റിമേറ്റൊക്കെ എടുത്തു നോക്കിയ ശേഷം അതിൻ്റെ നിശ്ചിത ശതമാനം അനുസരിച്ച് നമുക്ക് അതിൻ്റെ വിഹിതം തരും. മറ്റു വാർത്തകളിലേക്ക്. കടവല്ലൂർ കല്ലുംപുറത്ത് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ മേനോത്ത് വളപ്പിൽ ഷാജിയുടെ മകൻ 20 വയസ്സുള്ള അഫ്താബിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കല്ലുംപുറം ചെഗുവേര റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ BBAക്ക് പഠിക്കുന്ന അഫ്താബ് അവധിക്ക് വീട്ടിൽ വന്നതാണ്. കുന്നംകുളത്ത് നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് പുറത്തെടുത്തത്. ഞായറാഴ്ച 8 മണി മുതലാണ് അഫ്താബിനെ കാണാതായത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ പ്രവർത്തന ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് സോമൻ കളരിക്കൽ അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാഭവൻ സലിം വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വായനശാല രക്ഷാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വത്സൻ പാറന്നൂർ, സെക്രട്ടറി NB ബിജു, KA ശശിധരൻ, K രാജേഷ് കുമാർ, വിമലേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിളക്കുപാട്ട് സംഘത്തിന്റെ ഗുരുനാഥൻ സതീശൻ ചെറുകുന്നത്ത്, സംഗീത വിദ്യാലയം അധ്യാപിക ജലജ ചാക്യാർ, വായനശാലയ്ക്കായി ശില്പം രൂപകൽപ്പന ചെയ്ത വിനേഷ് കുട്ടഞ്ചേരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. നാടക പ്രവർത്തകൻ അഖിലേഷ് തയ്യൂരിന്റെ ലഹരി വിരുദ്ധ നാടകം ഫേസ് അരങ്ങേറി. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. നല്ല കെട്ടിടമുണ്ടാക്കുന്നതിൽ നമുക്കെല്ലാവർക്കും കൂട്ടായി പ്രവർത്തിക്കാം. വ്യക്തിപരമായിട്ട് MP എന്ന നിലയിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. മറ്റൊരവസരത്തിൽ, മഴയില്ലാത്തൊരവസരത്തിൽ കുച്ചിപ്പുടിയുണ്ട്, ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്. ചില കലോത്സവങ്ങൾ നടക്കുമ്പോഴേ സമ്മാനം കിട്ടാത്ത കുട്ടികളുടെ പേരൻസിന്റെ കരാട്ടയുണ്ട്, കുംഫുണ്ട്, കളരിയുണ്ട്. എങ്ങനെയുണ്ട് കലോത്സവം? അപ്പൊ ഒരു കലഹമില്ലാതെ നല്ല ഉത്സവമായി തീരത്തെ ഈ വായനശാല. പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്കും വാഹനയാത്രികർക്കും ഭീഷണിയാകുന്നു. നായരങ്ങാടി, മൂന്നാംകല്ല്, പുന്നൂക്കാവ്, വിശ്വഭാരതി കോർണർ എന്നിവിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. ചെറിയൊരു മഴ പെയ്താൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. വെള്ളം ഒഴുകിപ്പോകാൻ ഓവുചാലില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വെള്ളക്കെട്ടിൽ പെടാതിരിക്കാൻ റോഡിനൊരു വശം ചേർന്നാണ് വാഹനങ്ങൾ പോകുന്നത്. മറ്റു ഭാഗത്തു നിന്നും ഇതേ ദിശയിൽ വാഹനങ്ങൾ വരുന്നത് അപകടത്തിനും ഇടയാക്കുന്നുണ്ട്. കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. റോഡരികിലെ വെള്ളക്കെട്ട് കാരണമുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. പാറേമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ പോൾ അറക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഫാദർ തോമസ് ചുണ്ടൽ നിർവഹിച്ചു. ഫാത്തിമ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി, ഫൊറോന കൗൺസിൽ സെക്രട്ടറി MT പോൾസൺ, ഇടവക കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസഫ് വാഴപ്പിള്ളി, വിശ്വാസ പരിശീലന പ്രിൻസിപ്പാൾ ലിജോ ജോസഫ്, ഇടവക ട്രസ്റ്റി പോൾ മണ്ടുബാൽ, സജി മഞ്ഞളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇടവകയിലെ വിവിധ യൂണിറ്റുകൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു.
വിദ്യാർത്ഥികൾക്ക് സന്തോഷവും രക്ഷിതാക്കൾക്ക് ആശ്വാസവുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 1100 വിദ്യാർത്ഥികൾക്കാണ് സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതിയിലൂടെ സ്നേഹത്തിന്റെ കൈത്താങ്ങായത്. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കുന്നംകുളത്തെ ഒരു നഗരത്തിലൊന്നുമല്ലാത്ത ഒരു ചെറിയ കുന്നംകുളം നഗരത്തിൽ നിന്ന് നീങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ പട്ടണത്തിൻ്റെ തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പലചരക്ക് കടയിൽ ദിവസം 300 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു ചേച്ചി മുതൽ ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മോർ യൂലിയോസ് മെത്രാപ്പോലീത്ത ഉൾപ്പെടെ കാണിപ്പയ്യൂർ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കുന്നംകുളത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു വലിയ കൂട്ടമായി ഈ സംഘടനയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി നിങ്ങളുമായി പങ്കുവെക്കുക. കുന്നംകുളം പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ തെരഞ്ഞെടുത്ത അർഹതയുള്ള 1100 വിദ്യാർത്ഥികൾക്ക് പുതിയ ബാഗും നോട്ട് പുസ്തകങ്ങളും സമ്മാനിക്കുന്നതാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്നേഹപൂർവ്വം കൂട്ടുകാർക്ക് പദ്ധതി. പുതിയതായി സ്കൂളിൽ പോകുന്നതിനായി തയ്യാറെടുക്കുന്ന കുരുന്നുകളും വിശിഷ്ടാതിഥികളും ചേർന്നാണ് ചടങ്ങിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഭദ്രദീപം തെളിയിച്ചത്. തുടർന്ന് പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയിലുള്ള അത്രയും തൽക്കാലം നമുക്ക് നിർത്താം. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നിങ്ങളോട് ആശംസിക്കാനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഇവിടെ തരുന്ന ബാഗ്. നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ഞങ്ങൾ നൽകുന്ന ഒരു എന്തായാലും പറയാ ആശംസ, ഒരു അനുഗ്രഹം, ആ വിധത്തിൽ അത് സ്വീകരിക്കുവാൻ നിങ്ങൾക്കിടയാണ്. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാം മോഹൻ പാലിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ കുന്നംകുളം സ്വദേശിനിയുമായ AK അജിതകുമാരിയെ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ആദരിച്ചു. കുന്നംകുളം AEO മൊയ്തീൻ, PG ജയപ്രകാശ്, അഡ്വക്കേറ്റ് CB രാജീവ്, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത്, ഷമീർ ഇഞ്ചിക്കലയിൽ, സക്കറിയ ചീരൻ, ജിനാഷ് തെക്കേക്കര, CK അപ്പുമോൻ, G സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ പൂലോത്ത് ഫാമിലി അസോസിയേഷന്റെ 14ാം വാർഷികം ആഘോഷിച്ചു. കുന്നംകുളം ഒറീസൺ കോംപ്ലക്സിൽ നടന്ന വാർഷികാഘോഷം കേരള സാഹിത്യ അക്കാദമി ബോർഡ് അംഗം കവി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് P ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P ജനാർദ്ദനൻ റിപ്പോർട്ടും ട്രഷറർ P വിജേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭാനുമതി ശിവശങ്കരൻ, C നാരായണൻ, നിഷ നവീൻകുമാർ എന്നിവർ സംസാരിച്ചു. കലാകായിക വിദ്യാഭ്യാസ രംഗത്ത് വിജയം നേടിയവരെയും 75 വയസ്സ് പൂർത്തീകരിച്ചവരെയും ആദരിച്ചു. സംഘടനാ ഭാരവാഹികൾ നേതൃത്വം നൽകി. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി. നടക്കണ്ടത്തെയും മുടിയഴിക്കും നോക്ക് വെള്ളിക്കീണം തുള്ളി തൊഴുകുന്ന ചേന ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന രണ്ടര പതിറ്റാണ്ടിനപ്പുറം കുന്നംകുളത്ത് മണികണ്ഠന്റെ കുട നന്നാക്കുന്ന പണി വേറിട്ട കാഴ്ചയാകുന്നു. മണികണ്ഠനും കൂടെയുള്ള 4 പേർക്കും മഴ പെയ്താലാണ് ജോലി തിരക്ക്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് സമീപം വഴിയോരത്ത് നെല്ലുവായി മുരിങ്ങാത്തേരി സ്വദേശി 47-കാരൻ മണികണ്ഠൻ കഴിഞ്ഞ 26 വർഷമായി പരമ്പരാഗത കുടപണിയിൽ വ്യാപൃതനാണ്. ചെറുപ്രായത്തിൽ പിതാവിൽ നിന്നാണ് മണികണ്ഠൻ കുട നന്നാക്കുന്ന തൊഴിൽ പഠിച്ചത്. വലിയ കുടയ്ക്ക് കീഴിൽ ഇരുന്നുള്ള പണികൾ രാവിലെ 8-ന് തുടങ്ങും. കഴിഞ്ഞ 15 വർഷത്തിലധികമായി കണ്ണൻ, രഞ്ജു, ലക്ഷ്മണൻ, രതീഷ് ഉൾപ്പെടെ 5 പേർ കുട നന്നാക്കുവാനായി കുന്നംകുളത്ത് സജീവമാണ്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി എത്തിയ ശക്തമായ മഴയിൽ കേടുവന്ന കുടയുടെ പണികൾ കുറച്ചധികമായി ലഭിച്ചെങ്കിലും സ്കൂൾ തുറന്നാലാണ് പണികൾ കൂടുതലാവുക പതിവെന്ന് മണികണ്ഠൻ പറഞ്ഞു. വർഷങ്ങൾ പിന്നിടുമ്പോൾ നിറവും രൂപവും മാറിയ നിരവധി കുടകളാണ് മണികണ്ഠന്റെ കൈകൾ വഴി ജീവൻ ലഭിച്ചിട്ടുള്ളത്.
കമ്പനികൾ ഉണ്ടാക്കിയതിലും മികച്ച കുടയാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് കുടപ്പണിയിൽ ഇവരെ മികച്ചവരാക്കുന്നത്. അതേസമയം വില കുറഞ്ഞ പ്ലാസ്റ്റിക് റെയിൻകോട്ടുകളുടെ ഉപയോഗം പണിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. പുതിയതിനു പകരം പഴയതിനു ജീവൻ നൽകുന്ന കുടയുടെ പുനർനിർമ്മാണം 4 മാസമാണ് നീണ്ടു നിൽക്കുന്നത്. ബാക്കിയുള്ള മാസങ്ങളിൽ ഉത്സവ പറമ്പുകളിൽ കച്ചവടവുമായി സജീവമാകും ഇവർ. വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ടാലന്റ് ഹണ്ട് 7.0 കുട്ടികൾക്കുള്ള വ്യക്തിത്വ നൈപുണ്യ വികസന ശില്പശാല ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ KV ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ ശില്പശാലയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കലാമണ്ഡലം പ്രൊഫസർ ഡോക്ടർ രജിത രവി മുഖ്യാതിഥിയായി. ബോധവൽക്കരണ ക്ലാസുകൾ, പ്രകൃതി പഠനയാത്രകൾ, സ്വയം സംരക്ഷണ മാർഗങ്ങൾ, കലാപരിപാടികൾ എന്നിവ ഉണ്ടായി. അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ജീവ റോസ് ബി, സിനിമാ സംവിധായകൻ സന്തോഷ് കല്ലാറ്റ്, നോവലിസ്റ്റ് ജോസെ ലിയോൺസ്, സിനിമാ നടൻ ജോൺ ക്ലാര നൈറ്റ്, ക്യാമ്പ് ഡയറക്ടർ ബിഞ്ചു ജേക്കബ് സി, ചീഫ് ഗ്രൂമർ പ്രേംപ്രകാശ് ലൂയിസ് തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല സൗത്ത് മരണാനന്തര സഹായ സമിതി 42ാം വാർഷിക പൊതുയോഗവും N. വിദ്യാസാഗരൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. കൂർക്കപ്പറമ്പിൽ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MG ജയരാജ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളായ മുള്ളത്ത് കുഞ്ഞിമോൻ, കാർത്തിയേനി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാസാഗരൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് മധു നേടിയെടുത്ത് NV വിനി, KS ചിത്ര എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സെക്രട്ടറി EC രാജേഷ് റിപ്പോർട്ടും ട്രഷറർ KK സുരേഷ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. PM മനോജ്, രാജൻ കുറുമ്പൂർ, ശൈലജ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ 8ാം വാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന 400 വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MV ധനീഷ് അധ്യക്ഷനായി. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥനായ ഗണേശൻ പിള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി. ചടങ്ങിൽ SSLC പരീക്ഷാ വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വെള്ളർക്കാട് വിവേകസാഗരം UP സ്കൂൾ പ്രധാനാധ്യാപിക വിജയശ്രീ മുഖ്യാതിഥിയായി. നവീൻ, കൃഷ്ണപ്രസാദ്, ശരത്ത്, ദിലീപ്, മിഥുൻ രാജ്, മണികണ്ഠൻ, വിജേഷ്, വൈശാഖ്, ഗൗതം, അർജുൻ, പ്രണവ്, ഗോകുൽ എന്നിവർ നേതൃത്വം നൽകി. CK കുമാറിന്റെ ഓർമ്മയ്ക്കായി ചെന്താര കാവീടിന്റെ നേതൃത്വത്തിൽ SSLC +2 അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. ചെന്താര ക്ലബ് പ്രസിഡന്റ് ഗ്രഫിത് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ നഗരസഭാ ചെയർമാനും CPIM ചാവക്കാട് ഏരിയ സെക്രട്ടറിയുമായ TT ശിവദാസൻ, മുൻ വൈസ് ചെയർമാൻ KP വിനോദ്, വാർഡ് കൗൺസിലർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്ക് ആദരവും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ചെന്താര സെക്രട്ടറി നീരജ് സ്വാഗതവും അഖിൽദാസ് നന്ദിയും പറഞ്ഞു. രക്ഷാധികാരികളായ PR രജീഷ്, KC ബാലൻ, ചെന്താര ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മന്ദലാംകുന്ന് ബീച്ചിൽ അടിഞ്ഞ ഡോൾഫിന്റെ മൃതദേഹം യാസിൻ പള്ളി മയ്യിദ് പരിപാലന കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു. 7 അടിയോളം നീളമുള്ള ഒരാഴ്ച പഴക്കമുള്ള ചീഞ്ഞളിഞ്ഞ ഡോൾഫിനാണ് കരയ്ക്കടിഞ്ഞിരുന്നത്. ഇതോടെ പ്രദേശത്ത് ദുർഗന്ധം വ്യാപിച്ചു. തുടർന്ന് പ്രവർത്തകർ കടൽ തീരത്തോട് ചേർന്ന് വലിയ കുഴിയെടുത്ത് അതിൽ സംസ്കരിക്കുകയായിരുന്നു. യാസിൻ പള്ളി മയ്യിദ് പരിപാലന കമ്മിറ്റി പ്രവർത്തകരായ KK അക്ബർ, നിസാർ കിഴക്കൂട്ട്, മൻസൂർ ആലത്തയിൽ, റംഷാദ്, അബൂബക്കർ പാലക്കൽ, താഹിർ, ഹംസത്ത്, കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരായ ഹംസു പാലക്കൽ, അലിക്കുട്ടി, കമറു തുടങ്ങിയവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഇടവകയിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ആദരം 2025 സംഘടിപ്പിച്ചു. പഴഞ്ഞി മാർ ഡാനിഷ്യസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ തോമസ് മാത്യു ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ VM സാമുവേൽ അധ്യക്ഷനായി. ഇടവകയിലെ കലാകായിക സാഹിത്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അംഗങ്ങളെയും യൂണിവേഴ്സിറ്റി ഡിഗ്രി തലത്തിൽ റാങ്കുകൾ കരസ്ഥമാക്കിയവർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് നേടിയവർ, ദേവാലയത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊമോട്ടർമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ലഘു ഭക്ഷണ വിതരണവും ഉണ്ടായി. വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി PV ഷാജു, സെക്രട്ടറി ബിനു CK എന്നിവർ അടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി.
കര കൃഷി സംരക്ഷണത്തിനായി ലോകബാങ്ക് നൽകിയ 139 കോടി രൂപ വകമാറ്റി ചെലവഴിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയും നെൽകർഷകരോട് സർക്കാർ കാട്ടുന്ന കടുത്ത അവഗണനയ്ക്കെതിരെയും കർഷക കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി കൃഷിഭവന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന കൃഷിമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് നടത്തിയ ധർണ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി കെ ദേവസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MS സുധീഷ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MO ചാക്കോച്ചൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TN നമ്പീശൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ചന്ദ്രപ്രകാശ് ഇടമന, വിനോദിനി പാലക്കൽ, NK കബീർ, K ഗോവിന്ദൻകുട്ടി, MC ഐജു, റീന വർഗീസ്, KK ജോസഫ്, MK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. BJP തെക്കേപ്പുറം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും SSLC+2 വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്ന ചടങ്ങും നടത്തി. തെക്കേപ്പുറം സെന്ററിൽ നടന്ന ചടങ്ങിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പുസ്തകവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ്, മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, ട്രഷറർ വിഗി ഷപ്പൂസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് ആവൻ, ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് അനൂപ് തയ്യിൽ, കൗൺസിലർമാരായ ഗീതാ ശശി, ബിനു പ്രസാദ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സജിത്ത് എന്നിവർ സംസാരിച്ചു. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രണീഷ് ധനികൻ, സുജീഷ്, നിഖിൽ, സനൂപ്, ദീപക്, ബിജീഷ് എന്നിവർ നേതൃത്വം നൽകി. 250ഓളം വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി പഠനോപകരണം വിതരണം ചെയ്തു. ഇത് തുടർച്ചയായ 18ാം വർഷമാണ് പഠനോപകരണ വിതരണവും അനുമോദനവും ഒരുക്കുന്നത്. വെള്ളർക്കാട് ഇടവകയിലെ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് വാർഷികാഘോഷം വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയുടെ ജൂബിലി പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് CJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി CO പ്രിൻസ്, ഡോക്ടർ ആന്റണി മാസ്റ്റർ, വിനീത സേവ്യർ, PJ ബൈജു എന്നിവർ സംസാരിച്ചു. SSLC+2 വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകൾ എന്നിവരെ അനുമോദിക്കലും വയോജനങ്ങളെ ആദരിക്കലും നടന്നു. യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ശുചീകരണം നടത്തി. പ്രസിഡന്റ് EK മിനി, സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, ശുചീകരണ പ്രവർത്തനങ്ങളുടെ കൺവീനർ റഷീദ് എരുമപ്പെട്ടി എന്നിവർ നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റുമാരായ അക്ബർ അലി, KR രാധിക, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കാളികളായി. സൗഹൃദ ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മ തൃശൂർ ജില്ലാ വാർഷിക പൊതുയോഗം കൂനമുച്ചി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അനസ് ഇടുക്കി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി റഫീഖ് പാലക്കാട്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ PK അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടായ്മയിലെ ഡ്രൈവർമാരുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ആദരിക്കുകയും ട്രോഫിയും നൽകി. കൂട്ടായ്മയിലെ ഡ്രൈവർമാർക്ക് ടീഷർട്ട് വിതരണവും ഉണ്ടായിരുന്നു. തൃശൂർ ജില്ല പഴയ കമ്മിറ്റി പിരിച്ചുവിടുകയും പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പുതിയ ഭാരവാഹികളായി ആന്റോ തൈക്കാട് പ്രസിഡന്റ്, അനസ് അകലാട് സെക്രട്ടറി, സജി ഇരിങ്ങാലക്കുട ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. അണ്ടത്തോട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാപ്പാളി കുമാരൻപടി മഹൽ ക്ലസ്റ്ററിലെ ദാറുസലാം മദ്രസയിൽ വെച്ച് നടന്ന ബോധവൽക്കരണ ക്യാമ്പ് മഹൽ സെക്രട്ടറി മായൻകുട്ടിയുടെ അധ്യക്ഷതയിൽ മഹൽ പ്രസിഡന്റ് VK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മേജർ PJ സ്റ്റാജു ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. മഹൽ കമ്മിറ്റി അംഗങ്ങളായ റൌഫ് മാലിക്കുളം, VK യൂസഫ്, KH ആബിദ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ മുതുവട്ടൂർ വെസ്റ്റ് യൂണിറ്റ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. SSLC+2 പരീക്ഷാ വിജയികളെയും സംസ്ഥാനതലത്തിൽ അബാക്കസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ പ്രജ്വൽ, 2ാം റാങ്ക് നേടിയ അനുഷ്മ രജീഷ് എന്നിവരെയുമാണ് അനുമോദിച്ചത്. ഡിവൈഎഫ്ഐ ചാവക്കാട് മേഖലാ ട്രഷറർ PV നഹാസ്, മേഖലാ കമ്മിറ്റി അംഗം ഷാനിദ് MP, SFI ഏരിയ കമ്മിറ്റി അംഗം സായൂജ്യ, ഡിവൈഎഫ്ഐ മുതുവട്ടൂർ വെസ്റ്റ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി റാഷി, യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിൻഷെയർ പ്ലസ് ഖത്തർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അനുമോദന യോഗവും നടത്തി. ദോഹയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് മുസ്താഖ് അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സംഘടനയുടെ പ്രഥമ സെക്രട്ടറി രാജീവ് P ദാസിന്റെ മകൻ റിഹാന് ഉപഹാരം നൽകി. സംഘടനാ സെക്രട്ടറി അജ്മൽ സംസാരിച്ചു. കുണ്ടന്നൂർ തുരുത്ത് എരിഞ്ഞിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണം നടത്തി. വാരം, വേളിയോത്ത്, ഭക്തി പ്രഭാഷണം എന്നിവയും സന്ധ്യയ്ക്ക് ദീപക്കാഴ്ചയും ഭഗവത് സേവയും നടന്നു. ചടങ്ങുകൾക്ക് കാപ്ര ശ്രീശൻ നമ്പൂതിരി, വടക്കേടം വിനോദ് നമ്പൂതിരി, മേൽശാന്തി നാരായണ അയ്യർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,950 രൂപ, പവന് 71,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം കാണിപ്പയ്യൂർ ഗാന്ധിജി നഗർ പയ്യൂർ വീട്ടിൽ ഗംഗാധരൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. സംസ്കാരം 1 മണിക്ക് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. തങ്കമണി ഭാര്യയും ലത, വിഷ്ണു, ദിലീപ്, മുകേഷ് എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ ചണയൻ വീട്ടിൽ സത്യൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ തൈക്കാട് റോഡിലെ വീട്ടുവളപ്പിൽ നടന്നു. സുരേഖ ഭാര്യയും പ്രവീൺ മകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തൃശൂർ ഉൾപ്പെടെ 10 ജില്ലകളിൽ റെഡ് അലർട്ട്. തീരദേശത്ത് കടലേറ്റം രൂക്ഷം. ചാവക്കാട് കടപ്പുറത്ത് നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. അണ്ടത്തോട് കുമാരൻപടിയിലും കടലേറ്റം. പുനർനിർമ്മാണം നടത്തുന്ന വേലൂർ കിടായിപ്പാടം മിനി ഡാമിന്റെ സംരക്ഷണ ബണ്ടുകൾ മഴയിൽ തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് മഴ തുടങ്ങുമ്പോഴേക്കും ബണ്ടുകൾ തകർന്നു വീഴാൻ ഇടയാക്കിയതെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.